എന്താ വിഷമിച്ചിരിക്കണേ? കുറച്ചു മണിക്കൂർ കൂടി കഴിയുമ്പോ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തും. ആ മിന്നാമിന്നിക്കൂട്ടം, നിലാവെള്ളി രാത്രി, പിന്നെ ഒക്കെ മാഞ്ഞു പോവില്ലേ? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പതാ ആ മരങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ അതെത്ര സ്പീഡിലാ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന്? എവിടേക്ക് ഇതൊക്കെ ഓടിപ്പോണു? തമാശ പറഞ്ഞതല്ല. ചവിട്ടി മരിക്കാൻ തയ്യാറാണെങ്കിൽ സൈക്കിളിനെ പോലെ ഇത്ര ലാഭമുള്ള വേറെ വാഹനമില്ല. പക്ഷെ മസിൽ കയറാണ്ട് നോക്കണം. പിന്നെ സൈക്കിൾ ഞാൻ കൊടുത്തപ്പോ ഭയങ്കര വിഷമായി പോയി. ഈ സൈക്കിളിന്റെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ചാ പെട്രോൾ അടിക്കണ്ട, ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വെക്കണ്ട, പിന്നെ പോലീസും പിടിക്കില്ല. പോലീസ് സ്റ്റേഷൻ അല്ല, നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ. സംസാരിച്ച് സ്റ്റേഷൻ എത്തിയത് അറിഞ്ഞില്ല. വേഗം ഇറങ്ങിക്കോ, ട്രെയിൻ ഇവിടെ 2 മിനിറ്റ് നിർത്തുള്ളൂ. സൂക്ഷിച്ച്. കൃഷ്ണ കൃഷ്ണ, ഇയാൾക്ക് അമ്മയും പെങ്ങളൊന്നുമില്ല. എന്തൊരു കഷ്ടമാണത്. അച്ഛാ, കൊച്ചേട്ടാ, ട്രെയിൻ നേരത്തെ വന്നോ? നിങ്ങൾ ലേറ്റ് ആയത്. നിന്നെ വീട്ടിലെല്ലാരും കാത്തിരിക്കുക. രാജീവ്, നീ ഇവളെയും കൊണ്ട് വേഗം വീട്ടിലേക്ക് ചെല്ല്. ശ്രീരാമക്ഷേത്രത്തിലെ ഉത്സവം എടുക്കാറായില്ലേ? ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അയ്യോ, ട്രെയിൻ വിട്ടോ? ആളിറങ്ങാൻ്റെ. കൃഷ്ണ, ഈശ്വര, ട്രെയിൻ വിട്ടല്ലോ. ഇനി പറ, സ്റ്റേഷനിൽ വെച്ച് നീ ആരെയാ നോക്കിയത്? അത് നീ ഇറങ്ങി വന്ന കമ്പാർട്ട്മെന്റിലേക്ക് കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. എന്ത്? നിനക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ആരോ ഒരാൾ ആ ട്രെയിനിലുണ്ടായിരുന്നു. ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു. ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഇഷ്ടായി അല്ലേ? പിന്നില്ലേ, നമുക്കങ്ങ് ആലോചിച്ചാലോ? യു ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. ഷോ, ഞാൻ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചു പോയി. അല്ല, എന്നെ ഒരു പ്രണയത്തെ വീഴ്ത്താൻ നിനക്കെന്താ വല്ലാത്തൊരു ഇൻട്രസ്റ്റ്? എനിക്ക് രക്ഷപ്പെടാലോ. ഒന്ന് ചോദിച്ചോട്ടെ, നിനക്ക് എന്നെ കല്യാണം കഴിച്ചാ എന്താ കുഴപ്പം? കൃഷ്ണ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞ നിന്റെ വീട്ടുകാർക്ക് എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവില്ല. MBBS പഠിക്കുന്ന കാലം മുതൽ ആഗ്രഹിച്ചതാ ഹയർ സ്റ്റഡീസിന് സ്റ്റേറ്റ്സിൽ പോകണമെന്ന്. ഇപ്പൊ ദേ അഡ്മിഷനും ശരിയായി. ദേ, ഉടനെ കല്യാണം എന്ന് പറഞ്ഞ എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയിരിക്കുന്നെ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞോ, എനിക്കുണ്ട് കുറെ ഫ്യൂച്ചർ പ്ലാൻസ്. കൃഷ്ണ, ഐ എം സീരിയസ്. എനിക്ക് നിന്നെ ഒരിക്കലും ഭാര്യയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കൂ? അതൊരു ഫ്യൂഡൽ ഹാങ് ഓവറാണ്. എങ്കിൽ നിനക്ക് പറഞ്ഞൂടെ? ആരോട്? ഓ, നിന്റെ അച്ഛനോടും അമ്മയോടും. ഒരു വിവരം ഇല്ലാത്തവരാ. ഇതെങ്ങനെ അറിഞ്ഞ അവരെന്നെ തല്ലിക്കൊല്ലും. അങ്കിൾ, അയ്യോ, എടുക്കില്ല. ഹലോ അങ്കിൾ. ഹലോ, കൃഷ്ണമോളാണോ? അതെ അങ്കിൾ. ജയഭാരതി, കൃഷ്ണമോളാണോ? സംസാരിക്കും. മോളെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, സുഖായിരുന്നു അങ്കിൾ. അവരൊന്ന് കൊടുത്തേ. അങ്കിൾ. ഹലോ. എടാ, അവളെ നിന്റെ കാറിലല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നേ? ആ, അതെ. നിങ്ങൾ രണ്ടുപേരും തനിച്ചല്ലേ കാറിലുള്ളൂ? ജയഭാരതി, അവർ രണ്ടുപേരും തനിച്ചേ കാറിലുള്ളൂ. സംസാരിക്കേ. ഒന്ന് കറങ്ങി നടന്ന് പതുക്കെ വീട്ടിലോട്ട് പോയാ മതി. ഓ, എന്ത് സംഭവിച്ചാലും പേടിക്കണ്ട. നിങ്ങളുടെ കല്യാണം ഉടനെ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. 1-2 ദിവസത്തിനകം ഞങ്ങൾ അവിടെ എത്തിയേക്കാം. ഞാൻ ഇന്ന് തന്നെ പോരും. ഒന്നുകളെ ഞാൻ എന്താ അവനൊന്ന് തിരിച്ചു വരണം. പറഞ്ഞതനുസരിച്ചാ മതി. ജയഭാരതി, ഫോൺ കട്ടി. എന്റെ കൃഷ്ണ, നിനക്ക് ആ ട്രെയിനിൽ വെച്ച് കണ്ട ആളെങ്ങനെ ഒന്ന് പ്രേമിച്ചുകൂടായിരുന്നു? ഞാൻ ഇടപെട്ട് എങ്ങനെയെങ്കിലും കല്യാണം നടത്തി തന്നെ.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാളുടെ പടം ഞാൻ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഞാൻ റെഡിയാ. അയ്യോ, ഞാൻ മറന്നു. എന്താ പറഞ്ഞേ? എന്റെ ഡ്രോയിങ് പാഡ് ഞാൻ ട്രെയിനിൽ വെച്ച് മറന്നു. എന്ത് വേണം? ഇവിടെ കുടിക്കാനായിട്ട് വാറ്റർ എടുക്കട്ടെ? വാറ്റോ? എടോ, നല്ല പൈനാപ്പിളും കപ്പയും ബാറ്ററിയും. ബാറ്ററി സുൽത്താൻ ബത്തേരി കൊണ്ട് ബെസ്റ്റ് നട്ട്സ് ഇട്ട് വാറ്റി സ്വയംബൻ സൂപ്പർ സാധനം എടുക്കട്ടെ? അതല്ല, ഈ പച്ചവെള്ളം ഇല്ലേ, വെറുതെ വെള്ളം. വെള്ളം ഫ്രീ അല്ലേ? ഇതില് വെള്ളമില്ലല്ലോ. ഇതോ ആ പൈപ്പിന്റെ ചോട്ടി പോയി കിട്ടും. ഞാൻ പോയി കുടിച്ചോളാം. അല്ല, എനിക്ക് രാമപുരം പോസ്റ്റ് ഓഫീസിലേക്ക് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞുതരാം. ഈ വഴി നേരെ പോയിട്ടെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 10 അടി മുമ്പോട്ട് പോകുമ്പോ ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ ഒന്ന് വലത്തോട്ട്. അല്ല, ഈ ഇടത്തോട്ട് അവിടെ നേരെ ചെല്ലുമ്പോ തെക്കേ ഭാഗത്ത് ഒരു ആൽമരമുണ്ട്. ആൽമരല്ല, ആൽത്തറ. ആ തറയുടെ വലത്തേ ഭാഗത്തൊരു അമ്പലമുണ്ട്. അതിനോട് ചേർന്നൊരു കെട്ടിടം. ഇങ്ങനെയാണോടാ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. താങ്ക്സ്. കൊള്ളാലോ പടവാള്. ഇതെന്തിനാ? വെട്ടിക്കൊല്ലാൻ. ഏയ്, ചുമ്മാ പേടിപ്പിക്കാൻ. വെള്ളക്കിട്ടൊരു മാടപ്രാവിന്റെ ഹൃദയമുള്ള ആളെ പോലെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല. കേറ്. സോറി. ഇതാ പോസ്റ്റ് ഓഫീസ്. താങ്ക് യു സർ. ഓ, നമസ്കാരം. നമസ്കാരം. ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ അകത്തുണ്ടല്ലോ. പണം കിട്ടാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന പുതുക്കോട്ടയിൽ വീരഭദ്രന്റെ മകനാണ് താനെന്ന് തെളിയിക്കേണ്ടി വരും. ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ID. മാത്രല്ല, ഇത് കണ്ടോ, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ റെക്കമെൻഡേഷൻ വേണ്ടി വരും. ഈ നാട്ടിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ഇവിടെ ഇപ്പം അങ്ങനെ ഇവിടെ രാവണപുരത്ത് കിഴക്കേക്കോട്ടയിലെ ഒരു കുട്ടിയെ പരിചയമുണ്ട്. കൃഷ്ണ. പൂനെയിലൊക്കെ പഠിക്കാൻ പോയ കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു അറിയാം. കിഴക്കേക്കോട്ടയിലെ നരസിംഹ സാറിന്റെ മകള്. നരസിംഹ സാറിന് ജാമ്യം നിന്നാ മതി. ഹലോ. ഹലോ, ഞാൻ പോസ്റ്റ്മാൻ രാഘവനാ. പറ. മോനിപ്പോ ഇവിടെ കൊണ്ടാക്കിയ ആളെ അറിയൂ? ഇല്ല. ആരാണെന്ന് കേട്ടാ മോൻ ഞെട്ടും. താൻ ഞെട്ടിക്കാതെ കാര്യം പറയണോ. നിങ്ങൾ കാത്തിരുന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാവും. ഈ കിഴക്കേക്കോട്ട ഏത് ഭാഗത്തായിട്ട് വരും? ഇവിടുന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റിലേക്ക് പോയാൽ ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്. ഇപ്പൊ സാർ അവിടെ ഉണ്ടാകാൻ വഴിയുണ്ട്. ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ രക്ഷാധികാരി മൂപ്പരാ. ഓ ശരി. ഇവിടുന്ന് പോയി
ഭഗവാനെ രക്ഷിക്കണേ. വേണ്ട, ക്ഷമിക്കണം, ഞാൻ തേങ്ങ ഉടച്ചപ്പോ അറിയാണ്ട്. സോറി. അയാള് തേങ്ങ ഉടച്ചതല്ലേ, എന്നെ ആക്രമിച്ചതൊന്നും അല്ലല്ലോ. അതും കൊടുത്തേ. അയ്യോ കുഴപ്പമില്ല, വച്ചോളൂ, ആവശ്യം കഴിഞ്ഞ് തന്നാ മതി. ഓ, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ. എവിടുന്നാ? പൂനെന്നാ. പൂനെന്ന് തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയാണോ ഈ അമ്പലത്തിൽ വന്നത്? അമ്പലത്തിൽ കയറിയപ്പോ തേങ്ങ ഉടച്ചെന്നുള്ളൂ. ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വന്നതാ. എന്റെ അച്ഛനെ ചിലപ്പോ പറഞ്ഞാൽ അറിയുമായിരിക്കും. ആ ചേട്ടാ, അച്ഛനൊന്ന് കൊടുത്തേ. കൊടുക്കാം. ചേട്ടനാ. ഹലോ അച്ഛാ, ആ വീരഭദ്രന്റെ മകൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. വീരഭദ്രൻ, വീരഭദ്രൻ, വീരപ്പനാ? വീരഭദ്രൻ അച്ഛാ, വീരഭദ്രൻ, വിജയഭദ്രനാണോ? വീരഭദ്രൻ. ഒന്നും കേൾക്കുന്നില്ലടാ, നീ വീട്ടിലേക്ക് വാ. ഛെ, ആ, ഇവിടെ ആരെ കാണാൻ വന്നാ പറഞ്ഞേ? ഇവിടെ കിഴക്കേക്കോട്ടയിലെ കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു എന്റെ മോളാ. ഓ, എന്താ കാര്യം? അല്ല, ഞങ്ങൾ ഒരുമിച്ച ട്രെയിനിൽ വന്നതേ. കൃഷ്ണയുടെ ഒരു പുസ്തകം മറന്നു വെച്ചത് എനിക്ക് കിട്ടി. അപ്പൊ അത് തരാനായിട്ട് അതിന്ന് എനിക്ക് അഡ്രസ് കിട്ടിയതേ. ഓ, പിന്നെ എനിക്കൊരു സഹായം ചെയ്ത. എന്ത് സഹായം? അത് എന്റെ അച്ഛൻ എന്റെ അവിടെ നടയടക്കാറായി. ആ, എന്നാ നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഞങ്ങളെ കാണാൻ വന്ന ആള് ഞങ്ങളുടെ അതിഥിയാണ്. ഓഹ്, അന്നപൂർണേശ്വരിയ, തൊഴുതോളൂ. ഇതെന്താ വീടിനുള്ളില് അമ്പലം? തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായങ്ങളും വിശ്വാസവും. ഇവിടെ വരുന്ന ഓരോ ആളും ഞങ്ങളുടെ അതിഥിയാ. ഓ, അതിഥി ദൈവത്തെ പോലെ. ഇന്നത്തെ അതിഥി ഇയാളാ. ആയിക്കോട്ടെ. വന്നാട്ടെ. ആ, മുത്തശ്ശന്റെ പൊന്നുമക്കൾ എത്തിയോ? വാ. നിങ്ങൾ എപ്പോ വന്നു? കുറച്ചു നേരം അയച്ചേ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ, കോവിലിലെ പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം ശ്രീരാമന്റെ അനുഗ്രഹം മോളെ. ആ, ഇതെന്റെ മൂത്ത മോന്റെ ഭാര്യ മുത്തുമണി. എവിടെ പോയി? എന്താ നോക്കുന്നേ? അല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട്. ഇവിടെ മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണം കണ്ടപ്പോ അത്ഭുതം തോന്നി. പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യ ഞങ്ങളുടേത്. ഓ, ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും. എന്താ പറയുന്നേ? സാറേ, ഇത് വീടത് കൊട്ടാരോ? ഹോ, ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ? ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ്ടി വരും ഓരോ റൂമിലേക്ക്. ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാമചന്ദ്രൻ. സാറല്ല സഹായം. കൃഷ്ണമോളെ അവിടെ? മോളിലുണ്ട്. അവളെ വിളിക്കേ. കൃഷ്ണ, കൃഷ്ണ, ദേ വരുന്നമ്മ.
ദേ വിളിക്കുന്നു, വേഗം ചെല്ലേ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് അജിത്തപ്പേര്. എഴുന്നേറ്റേ. ആ, കണ്ടില്ലേ തോക്കുന്ന ഉറപ്പ് കാണിക്കുന്നേ. കൃഷ്ണ ചെല്ലേ. രാമു ഹായ്. what a surprise. രാമു എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആളെ മനസ്സിലായോ? ഈ രാമുവാ എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, രാമു എന്താ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ? ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയിലെ. പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. താങ്ക് യു. ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ടു വന്നത്? ഒരു സഹായം ഞാൻ ഈ ബുക്കൊന്ന് കളഞ്ഞു പോകാൻ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ. എനിവേ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡോക്ടർ രാജീവ്. ഹലോ, ഞാൻ രാമു. രാമു, ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. വന്നോളൂ. അങ്കിളെ വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി 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 മതി. കുറച്ചുകൂടി കഴിക്കുന്നേ. അയ്യോ മതി. കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ. എന്റെ ലക്ഷ്യം പറയട്ടെ, നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ. അപ്പോഴേക്കത് പേപ്പറിൽ വന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അടുത്ത്. സാറോ? സാറെന്താ ഇവിടെ? ഇവനെ തനിക്ക് നേരത്തെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹമാണ് വഴി ചോദിച്ചു നടന്ന എന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാക്കിയത്. നല്ല സാറാ. ഇവൻ സൂര്യസിംഹൻ, എന്റെ മൂത്ത മോന. സൂര്യസിംഹൻ, ചന്ദ്രസിംഹൻ, സിംഗം 1 ആൻഡ് സിംഗം 2. അച്ഛാ ഒന്ന് വന്നേ. ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേടാ, നീ വന്ന് കഴിക്കേ. അച്ഛാ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴിക്കും. നീ പടാ. എന്താടാ വീട്ടിലൊരു അതിഥി വന്ന നേരത്തെ ഇങ്ങനെയാ പെരുമാറാ? അയ്യോ കുഴപ്പമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ട് കണ്ടാ മതി. എന്താ സൂര്യ, എന്താ കാര്യം? അച്ഛൻ ആദിത്യ മര്യാദയിൽ സൽക്കരിച്ചിരുത്തിട്ടുള്ളവൻ ആരാണെന്ന് അറിയോ? അവൻ നമ്മുടെ അതിഥിയല്ല. ഇളയച്ചനെ വെട്ടിക്കൊന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാണവൻ. ഇനി എന്ത് നോക്കി നിൽക്കുക? ആ വാളഞ്ഞതാ ഇപ്പൊ തന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചു മൂടിയേക്കാം. ചന്ദ്രസിംഹ വേണ്ട. വേണ്ടെന്നോ? നിന്നേക്കാ 10 ഇരട്ടി പകയുണ്ട് എനിക്ക്. ഈ തറവാടിനുള്ളിൽ രക്തം വീഴരുത്. വീണാൽ ഓവിൽ അശുദ്ധമാകും. അന്നപൂർണേശ്വരി രുദ്രകാളിയായി ഭാവം മാറും. മറ്റൊന്ന്, ഒരു കാരണവശാലും എന്റെ അമ്മ അറിയരുത് ഇവിടെ ഒരു കൊല നടക്കാൻ പോകുന്ന കാര്യം. അറിഞ്ഞാൽ ആ ദയാദാക്ഷിണ്യത്തിൽ അവൻ രക്ഷപ്പെടും. ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. 30 കൊല്ലം കാത്തു നിന്നില്ലേ? കുറച്ചുകൂടെ ക്ഷമിക്കേ.
അവൻ പടിവാതിൽ കടന്നാലുടൻ വെട്ടി അരിയണം അവന്റെ തല വേറെ ഉടല് വേറെ. അവന്റെ ഒരു കരച്ചിൽ പോലും അകത്ത് കേക്കരുത്. ചന്ദ്രസിംഹ, പറഞ്ഞേക്ക് നമ്മുടെ ആളുകളോട്. രുദ്ര, ഓ, അകത്തുള്ള അതിഥി നമ്മുടെ ആ ജന്മ ശത്രുവാ. അവൻ ഈ പടിവാതിൽ കടന്നാലുടൻ വെട്ടി നുറുക്കണം. ഒരൊച്ച പോലും അകത്ത് കേൾക്കരുത്. അമ്മേ അച്ഛൻ പറഞ്ഞ് ചിലപ്പോ നടന്നേക്കുകയാ. കേക്കണ്ട. പിന്നെ ഒന്നുമില്ലേ, പിള്ളേർക്ക് വേണ്ടിയല്ലേ. അല്ല, ഇതാര്? ഇതെന്നെ ചേട്ടനാ. ഇയാൾ എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങുമായിരുന്നു. ഓ, അവൻ എപ്പോഴും ഉറക്ക. കുംഭകർണനാ? മക്കൾ അങ്ങോട്ട് മാറിയിരിക്കെ. അച്ഛാ, രാമുവിന് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന്. ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വന്നതാ. എന്റെ അച്ഛന്റെ നാട് എവിടെയാ? ആഹാ, എന്താ മോന്റെ തറവാടിന്റെ പേര്? ആദ്യം വിഷയം പറയട്ടെ മുത്തശ്ശി. അതെ, എന്റെ ചെറുപ്പത്തില് അച്ഛനെന്റെ പേരിൽ കുറച്ച് പൈസ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിരുന്നു. ഇപ്പൊ അത് എടുക്കാൻ ചെന്നപ്പോ ആരെങ്കിലും ജാമ്യം നിക്കണമെന്ന്. സാറൊന്ന് വിചാരിച്ചാല്. അതിനെന്താ, തനിക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം. സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ ഒരു ഗെയിം കളിച്ചിട്ട് പോവാ. എന്ത് ഗെയിം? മക്കളെ, അങ്കിളിന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, അതുകൊണ്ടല്ലേ. കണ്ണ് കെട്ടി കളിക്കാം പ്ലീസ്. അതിപ്പോ കണ്ണ് കെട്ടിട്ടൊക്കെ. ഓക്കെ, കുട്ടികൾ എന്ന് പറഞ്ഞ എനിക്കൊരു വീക്ക്നെസ്സാ. ഒറ്റ ഗെയിം. ഷോ 2 എണ്ണം. കുട്ടികൾക്ക് വിഷമാവും. ഇപ്പൊ പോസ് കണ്ണ് കെട്ടി കളി എന്ന് പറഞ്ഞ എനിക്ക് ഹര. അയാൾ ഇവിടുന്ന് പോവില്ല. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ തന്നെ കൂടും. ആരാദ്യം കിട്ടും? ചേച്ചി 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 ഫസ്റ്റ്. ഓക്കേ, കണ്ണ് കെട്ടുന്നൊക്കെ കൊള്ളാം. അവനൊക്കെ കെട്ടിപ്പിടിക്കരുത്. ഒന്ന് പോകുന്നുണ്ട്. ചേച്ചി ചേച്ചി കൃഷ്ണ 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 അയ്യോ അങ്കിളെ, പടിക്ക് പുറത്തിറങ്ങിയാൽ ഔട്ട്. കൊച്ചേട്ടാ, ഇനി കൊച്ചേട്ടൻ. കൊച്ചേട്ടൻ കറക്റ്റ് സമയത്ത് തന്നെ വന്ന് പെട്ടു. കളി കളി. കൃഷ്ണ വേണ്ട, വേണം ഇനി കൊച്ചേട്ടൻ. ഞാനല്ലേ പറയുന്നത്. വേണ്ടാന്ന് പിടി കൊടുക്കരുത്. അച്ഛനും അമ്മയും. ആ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. അച്ഛൻ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമ കഴി, നീ പട. അവൻ നമ്മളെല്ലാരും പൊട്ടം കളിപ്പിക്ക. ഒക്കെ അവന്റെ അടവാ. കണ്ടില്ലേ, അവൻ വീടിനകത്ത് കിടന്ന് പിള്ളേര് കളിക്കുന്നത്. വലിച്ച് പുറത്തേക്കിട്ട് വെട്ടി നിർക്കട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ?
അകത്ത് രക്തം വീണ ദൈവകോപം ഉണ്ടാവും, തറവാട് മുടിയും. ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത് അവന് വേണ്ടിയല്ലേ? അവൻ ആ പടിവാതിൽ കടന്നാൽ ഉടൻ വെട്ടി അറിയണം, പക തീരും വരെ. മക്കളെ കളിച്ചത് മതി. മുത്തശ്ശ പ്ലീസ്, മുത്തശ്ശ പ്ലീസ്, ഒരു തവണ കൂടി. വേണ്ട, അങ്കിളിന് പോകാൻ നേരായി. സാരില്ല സാറേ, എനിക്ക് ധൃതിയില്ല. പിള്ളേരുടെ സന്തോഷമല്ല നമുക്ക് വലുത്. 5 മണി വരെ പോസ്റ്റ് ഓഫീസ് കാണും. ഇന്ന് തന്നെ തന്റെ കാര്യം തീർപ്പാക്കി തരാം. പോവാം. പോവാല്ലേ? എവിടേക്കാ? എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് ദേരിക്കുന്നു. ഒരു മിനിറ്റ്. കൃഷ്ണയുടെ ഡ്രോയിങ് ബുക്ക് ഞാൻ തന്നില്ലേ? ആ തന്നിരുന്നു. മറന്നിട്ടില്ലല്ലോ? ഇല്ല. അത് കേട്ടാ മതി. അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഡോക്ടർക്ക് സുഖം തന്നെയല്ലേ? മുത്തശ്ശി അനുഗ്രഹിക്കണം. നന്നായി വരും. ആയിക്കോട്ടെ. മുത്തശ്ശി ദീർഘസുമംഗലിയാ. ഇനിയിപ്പോ എന്താ ഈശ്വരാ? കൃഷ്ണയുടെ അമ്മേ, ഭക്ഷണമൊക്കെ നന്നായിട്ടോ. ആ മാമ്പഴ പുളിശ്ശേരി ഗംഭീരായി. അതെങ്ങനെയാ അത് ഉണ്ടാക്കണത്? അതുണ്ടാക്കിയത് മുത്തുമണിയാ. ഓ, മുത്തുമണി ചേച്ചി, ഈ മാമ്പഴ പുളിശ്ശേരിയുടെ കൂട്ടെങ്ങനെയാണ്? അത് പിന്നെ കേക്കാം. അയ്യോ, ഇന്ന് കഴിച്ച മാമ്പഴ പുളിശ്ശേരിയുടെ കൂട്ട് പിന്നെ കിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി. അതെ, ഈ എങ്ങനത്തെ മാമ്പഴമാണ് ഉപയോഗിക്കേണ്ടത് ഇതിനു വേണ്ടിട്ട്? പ്യൂർ മാങ്ങ, ഗോമാങ്ങ, നമ്മുടെ കടുക്കച്ചി മാങ്ങയില്ലേ? പഴുത്തത് പളപളാന്ന് നന്നായി കഴുകിട്ട് തൊലി ഇല്ലില്ല, തൊലികളെ പാടില്ല. ഏയ് വേണ്ട വേണ്ട, അത് കുറച്ചെടുത്ത് നല്ലതുപോലെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കണം. ഓർത്തുവച്ചില് മറന്നുപോയി. വെളിച്ചെണ്ണ അല്ലേ? എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ. അയ്യോ എന്റെ അമ്മ, എനിക്കത് കിട്ടൂല. എനിക്ക് ആലുവ എപ്പോഴും കിട്ടുള്ളൂ. ഉലുവ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കടുക് ഇടും. കടുകിടണം, കുറച്ച് മതി. ആ കടുകിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി ഇട്ട് ആ കടുക് വരും. അയ്യോ, അതിപ്പോ എങ്ങനെയാ? കുറച്ച് മതി. അത് കറക്റ്റ് ആയിട്ട് പറയണം. എണ്ണം തെറ്റാൻ പാടില്ല. ചേരുവ എണ്ണം പറഞ്ഞ ഞാൻ തരാം. പോസ്റ്റ് ഓഫീസ് ഇപ്പൊ പൂട്ടും. പോസ്റ്റ് ഓഫീസ് പൂട്ടാറായല്ലേ? അയ്യോ, ഭക്ഷണം ഉണ്ടാക്കി തന്ന രുദ്രനെ കണ്ടില്ല. രുദ്രൻ പുറത്തു വെപ്പുണ്ട്. ഓ ആണോ? ബൈ അങ്കിൾ. ഹായ് കുട്ടികൾ. എന്താ മക്കളെ, അങ്കിൾ പോണ്ടെന്നാ കളിക്കാന്നോ? ഓക്കെ. എന്ത് കളിയാ നമ്മളിപ്പോ കളിക്കാ? ആനപ്പുറത്ത് എറിയുണ്ടോ? ഇല്ല. എന്നാ ആന കളിക്കാം. ഓക്കെ. ഞാൻ കൊമ്പനാന. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചുള്ളൂ. ആന ഇപ്പൊ പെണ്ടുവിട്ടേനെ. ഓ അയ്യോ, എന്തു പറ്റി? എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ എല്ലാ സമ്പാദ്യം അതിനകത്താ. ഇത്ര നേരം ഉണ്ടായതാ കയ്യില്. ചുമ്മാ എല്ലാരും ഒന്ന് നോക്ക്. കിട്ടണേ. പേഴ്സ് കിണ്ടി അല്ല കിട്ടി. പേഴ്സ് കിട്ടി.
ഗോമാതാക്കളോട് യാത്ര പറഞ്ഞില്ല. ഇപ്പൊ വരാവേ. ഗോമാതാവേ, ഞാൻ പോയിട്ട് വരട്ടെ. പശു, ഞാൻ പോയിട്ട് വരട്ടെ. ഈ പശു ഞാൻ അല്ലേ. ബൈ ബൈ. എന്തൊരു ഐശ്വര്യമുള്ള വീടായത്. അത്രയും ദൈവാധീനമുള്ള ഈ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവന്മാരാ. ശരിക്കും എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഇവിടുത്തെ ഓരോ തൂണും കാണുമ്പോ എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നാ. ഓ ഈശ്വര, എന്താ വീടല്ലേ. ഒരു വീടിന്റെ ഐശ്വര്യം തൂണുകളാണ്. തൂണുകളുള്ള വീടുകൾ കാണുമ്പോ ഈശ്വരൻ കുടിയിരിക്കണ പോലെ തോന്നും. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നല്ലേ. ഈ വീട് ഒരു സ്വർഗാണ്. സ്വർഗമാണ് ഈ വീട്. എനിക്ക് ഈ വീടിനെ സ്നേഹിച്ചത് മതി. വാ. സുഖമല്ലേ? പിന്നെ എനിക്ക് ദേവിയോടൊന്ന് പ്രാർത്ഥിക്കണം. അവൻ പുറത്ത് കിടന്ന ഉടനെ വാതിലടച്ചേക്കണം. അമ്മ അറിയരുത്. ഉടനെ ആശുപത്രിയിലെത്തിക്കാം. അയ്യോ അയ്യോ, ആശുപത്രി പോട്ടാ. വേണം, ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ. അയ്യോ, ആശുപത്രി എനിക്ക് അലർജിയാണ്. എന്തിനാ ആശുപത്രി? ഡോക്ടർ അല്ലേ ഇവിടെ ഉള്ളേ. രാജീവേ, നീ നോക്കിയാ മതി. എവിടെയാ വേദനിക്കുന്നേ? എവിടെയാ വേദന? ഇവിടെ. ഇത് അത്ര പെട്ടെന്ന് മാറും തോന്നുന്നില്ല. എന്നാ വേഗം എടുക്ക്, നമുക്ക് വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോവാ. വേണ്ട, ഇവിടെ വെച്ച് അപകടം പറ്റി. ഡോക്ടർ ഉണ്ടല്ലോ. ഇനി അഥവാ വൈദ്യന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. എന്തായാലും രാമു ഇവിടുന്ന് സുഖമായിട്ട് പോയാ മതി. മുകളിലേക്ക് എടുത്തോ. മോളിലേക്കാ? മുകളിലത്തെ മുറിയിലേക്ക്. സൂക്ഷിച്ച് വീഴാണ്ട് നോക്കണേ.